പിസിമാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്ന് ഗവർണറുടെ നിലപാട്. ഗവർണർക്കെതിരെ കേസ് നടത്താൻ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവിട്ട 1,13,00,000 രൂപ തിരിച്ചടയ്ക്കാൻ ഗവർണറുടെ ഉത്തരവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിന് എതിരായുള്ള ഹർജിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതുവരെ ചെലവിട്ടത് 8 ലക്ഷം രൂപയെന്നും ഗവർണർ വിശദീകരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണൻ, പ്രശാന്ത്, ഏത് തരത്തിലാണ് ഗവർണറുടെ പുതിയ നീക്കം ഈ പണം തിരികെ പിടിക്കാൻ? VC നിയമനങ്ങൾ റദ്ദാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്താണ് VCമാർ ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും സമീപിച്ചത്. അങ്ങനെ അവിടെ കേസ് നടത്തിപ്പിനായി 1,13,00,000 രൂപ ചെലവഴിക്കുകയായിരുന്നു. ഇത് നീതീകരണമില്ലാത്ത ധനദുർവിനിയോഗമാണ് എന്നും ഈ ചെലവഴിച്ച തുക അതുകൊണ്ട് തന്നെ VCമാർ ഉടനടി തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും ഗവർണർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചാണ് ഗവർണറുടെ സെക്രട്ടറി എല്ലാ VCമാർക്കും അടിയന്തരമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഈ കേസ് നടത്താൻ VCമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുകയുടെ കണക്ക് നിയമസഭയിൽ വെളിപ്പെടുത്തിയത്. ഈ കണ്ണൂർ VC, അതായത് ഈ കണക്ക് ഇങ്ങനെയാണ്: കണ്ണൂർ VC 69 ലക്ഷം രൂപയും, കുപ്പോത്ത് VC 35 ലക്ഷം രൂപയും, KTU VC 1,47,000 രൂപ, കാലിക്കറ്റ് VC 4,25,000 രൂപ, കുസാറ്റ് VC 77,000 രൂപ, മലയാളം സർവകലാശാല VC 1 ലക്ഷം രൂപ, ഓപ്പൺ സർവകലാശാല VC 53,000 രൂപ. ഇതിന് പുറമെ ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകിയതിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി കണ്ണൂർ സർവകലാശാല ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും ചിലവഴിച്ചിരുന്നു. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഏതായാലും കാലിക്കറ്റ് VC ജൂലൈ 12-ന് കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്നതിന് തൊട്ട് മുൻപാണ് കേസിന് ചെലവഴിച്ച തുക തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവ് ഗവർണർ നൽകിയിരിക്കുന്നത്. കണ്ണൂർ VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ ഇപ്പോൾ ഡൽഹി ജാമ്യ മിലിയ യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ബാധ്യതാ വിവരം ഇപ്പോഴത്തെ കണ്ണൂർ VC ഡൽഹി ജാമ്യ മിലിയ യൂണിവേഴ്സിറ്റിയെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തുക യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാത്ത ചില VCമാരുമുണ്ട്. ഈ കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരള സർവകലാശാല VC, അതുപോലെ തന്നെ MG ഡിജിറ്റൽ VCമാരൊന്നും തന്നെ ഹർജി ഫയൽ ചെയ്തെങ്കിലും ഫണ്ട് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല.